ഹലോ എം.ആർ. പള്ളിയോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയൊരു കോഴിക്കൂടൊക്കെ ഉണ്ടാക്കിയിരുന്നു. കോഴിക്കൂട് എന്നല്ല, ചെറിയ രീതിയിലൊരു കോഴിക്ക് മുട്ടയിടാൻ പറ്റുന്നതും അതുപോലെ തന്നെ കോഴിനെ പൊരുന്നലൊക്കെ വെക്കാൻ പറ്റുന്നതുമായൊരു ചെറിയൊരു സെറ്റപ്പ് കൂട് ഒരു ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളെ ആ കൂട്ടിൽ ഇപ്പം ഞാൻ കോഴീനെ അട വെച്ച് വെച്ചാൽ കുറേ നിലവിൽ കുറേ കോഴികൾ പിന്നെ നമ്മളെ പൊരുന്നനായി കേട്ടോ, പൊരുന്നനായ കോഴികളുണ്ട്. അപ്പോൾ അതിൽ 2-3 എണ്ണത്തിനൊക്കെ ഞാൻ പിന്നെ ഇതിൽ നമ്മളെ കൂട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവരാരും ഇരിക്കുന്നില്ല. ഇടയ്ക്കും തലയ്ക്കൊക്കെ പിന്നെ എണീറ്റ് പോയിട്ട് പിന്നെ മുട്ടയൊക്കെ പുറത്തായിരിക്കും ഉണ്ടാകുക. എന്തോ ഭാഗ്യത്തിന് കാക്ക കാണാത്തതിനെ കൊണ്ട് ഞാൻ അതൊക്കെ വീണ്ടും എടുത്ത് വെച്ച് കുറേ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇവരിയ്ക്കുന്നില്ല. കോഴികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കോഴികൾ പൊതുവേ പിന്നെ നമ്മളെ ഈ മുട്ട ഇടുന്ന സ്ഥലത്തല്ലേ സാധാരണ കോഴികൾ അടയിരിക്കും. അവിടുന്ന് സ്ഥലം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ചില കോഴികൾക്ക് അതൊരു ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇരിക്കൂല, പൊതുവേ ഉള്ള കാര്യമാണല്ലോ. അപ്പം ഞാൻ പിന്നെ കുറേ ഞാൻ നോക്കി, ഇതൊക്കെ വെച്ച് അടച്ചൊക്കെ വെച്ച് ഇവർ പുറത്ത് കിടക്കാണ്ടൊക്കെ. പിന്നെ നമ്മൾ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇതെല്ലാം കൂടെ തട്ടി മറിച്ച് പുറത്തിട്ടിട്ട് ഒരെണീറ്റ് പോയിണ്ടാവും. പിന്നെ എന്നിട്ട് കുറേ മുട്ടയൊക്കെ പുറത്തായിരുന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാനങ്ങനെ വെച്ചിട്ട് ഇന്നലെ ഞാൻ വെച്ച് നോക്കി. ഇന്ന് വന്ന് നോക്കുമ്പോഴത്തേക്ക് വെച്ച മുട്ട പൊട്ടിച്ച് കോഴീൻ്റെ പാട്ടിന് പോയി. അതോടുകൂടി ആ കോഴീനെ ഞാൻ പൊരുന്നതിനെ വെച്ചില്ല. എനിക്ക് പിന്നെ ഒരു 8 മുട്ട സ്വാഹ. അത് ഈ വിദ്വാത്തി കേട്ടോ, ഈ സാധനം ഇവളാണ് മുട്ട പൊട്ടിച്ച് നാശാക്കി കഴിഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നു ഇരിക്കുക ആ കൂട്ടിൽ. ഞാൻ ആ കൂട്ടിൽ നിന്ന് എടുത്ത് മുട്ടയൊക്കെ വെച്ച് നല്ലോണം അതിൽ നമ്മളെ ഇന്നലെ ഉണ്ടാക്കി വെച്ച് ആ ഇതിൻ്റെ അകത്ത് നല്ലോണം വെച്ചൊക്കെ കൊടുത്തതാണ്. പക്ഷേ ഇരുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള മുട്ട പൊട്ടിച്ചാളുകയും ചെയ്ത്. അതോടുകൂടി അതിനെ ഞാൻ മെല്ലെ മാറ്റി വെച്ച്. ഞാൻ അതിനെ അടയൊന്നും വെക്കുന്നില്ല. ഇനിയിപ്പോൾ കൂട്ടിൽ വെച്ചാൽ ചിലപ്പോൾ ഇരിക്കുകയായിരിക്കും കേട്ടോ. അതിൻ്റെ സ്ഥാനം മാറിയതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും അത്. പക്ഷേ ഞാൻ വിചാരിച്ചത് നല്ലോണം ഇരിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. കുറേയൊക്കെ നമ്മളങ്ങനെ നോക്കി കുറേ അങ്ങനെ ഒരു ദിവസം മൊത്തമൊക്കെ ഇരുന്നാൽ ചില കോഴികൾ അങ്ങനെ അങ്ങ് ഇരുന്നോളൂ. പക്ഷേ ഇത് ഇരുന്നില്ല. ഇന്നല്ല മുട്ടയൊക്കെ പൊട്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി. പിന്നെ വേറെ ഒരു പുള്ളിപ്പട ഉണ്ടായിരുന്നു, പുള്ളിപ്പടേനെ വെച്ച് നോക്കി. പുള്ളിപ്പടേൻ്റെ സ്ഥിതി അത് തന്നെ. പുള്ളിപ്പടേൻ്റെ സ്ഥിതി അത് തന്നെ. പുള്ളിപ്പട ഇതിൻ്റെ അകത്താട്ടോ അടയിരിക്കുന്നത്, ഇതിലുള്ളത്. അപ്പോൾ പുള്ളിപ്പടേനെ കുറേ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ അതിൽ കയറ്റി വെച്ച് നോക്കി, അടച്ചും വെച്ച്. പക്ഷേ പുള്ളിപ്പട ഇരുന്നില്ല. പുള്ളിപ്പട ഭയങ്കരമായിട്ട് എന്നോട് ഫൈറ്റ് ചെയ്ത് പുറത്ത് ചാടി അതിൻ്റെ അകത്ത് പോയിരുന്നു. ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഈ കൂടൊന്ന് ഒഴിച്ച് കിട്ടണം. ഈ കൂട്ടിലും ആ കൂട്ടിലും അതിൻ്റെ അപ്പുറത്തെ കൂട്ടിലും ഒക്കെ പൊരുതി നിൽക്കുന്ന ടീമാണ്. ഇപ്പോൾ ഈ കൂട്ടിൽ ഞാൻ മുട്ട വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കോഴിയുണ്ട് ഈ അടയിരിക്കുന്നത്. ഇതിൽ 2 എണ്ണത്തിൽ ഇപ്പം ഇങ്ങനെ കയറി പൊരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന 2-3 കോഴികൾ. ബാക്കിയൊക്കെ അതൊക്കെ പൊരിഞ്ഞ് നിൽക്കുന്നു, പൊരുത്ത് ആയവരാട്ടോ. അത് ഏകദേശം അത് ബാക്കി 2 കോഴികൾ പുറത്താണുള്ളത്, പൊരുന്നായി വരുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കൂട്ട് കയറിയിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ വൈകുന്നേര സമയങ്ങളിൽ മറ്റുള്ള കോഴിക്കൊക്കെ കൂട്ട് കയറാൻ നേരത്തെ അന്നത്തേക്ക് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഐറ്റങ്ങൾ കൂട്ട് കയറുന്നില്ലാണ്ടാക്കി കളയും, കൊത്തിപ്പായിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് ഈ അട വെക്കാനും മുട്ട ഇടാനും ഒക്കെ വേണ്ടിയിട്ട് സൗകര്യം ചെയ്താൽ മുട്ട ഇടുന്ന എപ്പോഴും പുറത്തൊക്കെ ഇന്ന് ഈ കൂടിൻ്റെ അടിയിൽ നിന്നാണ് ഒരു മുട്ട കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടുന്നതിനെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്കിയത്. അത് ചെയ്തതെന്നല്ലാണ്ട് ഇവരിങ്ങോട്ട് അതുമായിട്ട് അങ്ങോട്ട് സെറ്റാകുന്നില്ല. ഇനി അത് ചിലപ്പം കുറേ അങ്ങനെ കണ്ട് അങ്ങനെ ചിലപ്പം കയറി മുട്ട ഇടുകയും അങ്ങനെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യായിരിക്കും കേട്ടോ. എന്തായാലും ഇപ്പം പെട്ടെന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതുമായിട്ട് ഈറ്റുങ്ങൾ അങ്ങോട്ട്
റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ടിട്ട് 2 കോഴികളും അടയിരുന്നില്ല അതിൽ. ഇന്നലത്തെ മൊത്തം സമയവും അതിന് വേണ്ടി മാറ്റി വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ഇരിക്കാത്തതിലൊരു ഭയങ്കര സങ്കടം. അങ്ങനെ പിന്നെ 2ഉം കൽപ്പിച്ച് ഒരു കോഴി കൂടി ഉണ്ടായിരുന്നു. അത് നമ്മളെ അന്ന് ഒരു കണ്ണ് കാണാത്തൊരു കോഴി ഉണ്ടായിരുന്നു. അത് പൊരുന്നീക്ക്. അപ്പോൾ അത് ഈ പുള്ളിപ്പടേൻ്റെ കൂട്ടിലായിരുന്നു ഉള്ളത്. അത് ഒരു 3-5 മുട്ട വെച്ച് അട വെച്ചിരിക്കുകയായിരുന്നു അത് കൂട്ടിൽ. അപ്പോൾ അത് ഈ പുള്ളിപ്പട കയറിക്കഴിഞ്ഞാൽ അതിനെ കൊത്തിയിട്ട് പുറത്ത് ചാടിക്കും. എന്നിട്ട് പിന്നെ ഇരിക്കാനൊന്നും സമ്മതിക്കൂല. അങ്ങനെ ഞാൻ മെല്ലെ ആ 5 മുട്ട എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ട് മൂപ്പത്തിയാരെ ഇതിൽ പിടിച്ചിരുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്മതപ്രകാരമല്ല, എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ കോഴികൾ പുള്ളിപ്പട ആയിക്കോട്ടെ മറ്റേ പട ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ വന്ന് നോക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ചയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പുറത്ത് ചാടാൻ ഭയങ്കര തന്ത്രപ്പാടായിരുന്നു. പക്ഷേ ഇയാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലോണം അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെങ്കിലും ഒന്ന് സമാധാനത്തിലായിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ. അയാളും തലയിട്ടൊക്കെ നോക്കുന്നുണ്ട്, വേണ്ട അടന്നോട്ടെ. അപ്പോൾ ഇങ്ങനെ കുറേ സെറ്റപ്പൊക്കെ വെച്ച് കോഴിക്കോടും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ വയസ്സിന് ഇരിക്കുന്നില്ല. ഇനി ഇരിക്കേക്കിട്ടോ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമാധാനത്തിന് പറയാനേ ഇരിക്കായിരിക്കും. എന്തായാലും ഒരു നിർബന്ധപ്രകാരം ഞാനിങ്ങനെ എല്ലാത്തിനെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും അതിലൊന്ന് പൊരുന്ന് മുട്ടയൊക്കെ ഇട്ട് ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമാണ്. കാരണം കോഴിമുട്ട എവിടെയും പോയില്ല, നല്ലോണം പൊരുന്ന് ഇരിക്കുകയും ചെയ്യല്ലോ എന്നുള്ള. അങ്ങനെ ഇനിയുള്ള കോഴികളെങ്കിലും അങ്ങനെയൊക്കെ അതൊക്കെ കുറേ കാണുകയും ഇതാകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ കണ്ട് വരങ്ങ് പിന്നെ കയറി മുട്ട ഇടുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനൊരു വിശ്വാസം. കുറച്ചുകൂടിയൊക്കെ നോക്കട്ടെ എന്താവുമെന്ന്. ഈ കൂട് ഇപ്പോൾ 2 കൂടല്ലേ ഉള്ളൂ, ആകെ 4 കള്ളിയും. പക്ഷേ ഇതിൽ എല്ലാവരോടും കൊത്തുന്നവരൊരു വക, പൊരിഞ്ഞിരിക്കുന്നവരൊരു വക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ബാക്കിയുള്ള ഐറ്റങ്ങൾക്ക് ഇത് കൊത്തുന്നത് പേടിച്ചിടും. പൊരുന്നീറ്റങ്ങൾ അടുത്തേക്ക് ആരെയും പോയിക്കെങ്കിൽ ഒരു സമ്മതിക്കൂലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ എൻ്റേതായ ഒരു ഐഡിയയിലൊരു കൂട് വെച്ചത്. ഇനി പൊരുന്നി കുത്തിരിക്കുന്ന ഇങ്ങനത്തെ കോഴികളെ ഇതിലിങ്ങനെ ഒരു മാറ്റി വെക്കുന്നതിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. അതായത് സ്ഥിരം ഇരിക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് മാറ്റി വെച്ചാൽ ആ സ്ഥലത്ത് ഇരിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണേ. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഒരു മുട്ട ഇട്ട് തുടങ്ങുന്ന മുട്ട ഇട്ട് പിന്നെ കഴിയുന്ന ആ ഒരു സ്ഥലം മാത്രമല്ലേ ഇവർ തിരഞ്ഞെടുക്കുള്ളൂ അടയിരിക്കാനും. അതൊരു പ്രശ്നമാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും പിന്നെ അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഇപ്പോൾ പറയാനുള്ളത് നമ്മളെ BV380 കോഴികളെ മുട്ട കണ്ടില്ലേ? ഇപ്പോൾ 9 മുട്ട ഇട്ടുണ്ടേ. ഇത് ഇന്നിട്ട മുട്ടയാട്ടോ. ഇന്ന് രാവിലെ ഞാൻ എടുത്തില്ല, ഞാൻ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ ഇന്നത്തെ മുട്ടയാണ്. 9 ആളെ ഇട്ടുള്ളൂ, ഒരാളൂടി ഇടാനുണ്ട്. അയാൾ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിലെങ്ങാനും എന്നറിയില്ല. ഇല്ല, ആകെ 9 മുട്ടയുള്ളൂ. അപ്പോൾ 9 മുട്ട ഇട്ടിക്ക്. പിന്നെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിറ്റുങ്ങൾ മുട്ട ഇടുന്നതിൻ്റെ കുറച്ചൊരു കുറവായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുട്ട ഇടുന്ന കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയില്ല. പിന്നെ ഫുഡിൻ്റെ കമ്പനി മാറിയാലാണോ ഇനി വേറെ എന്തെയാണോ എന്നൊന്നും അറിയില്ല. അന്ന് കുറച്ച് മുട്ടയിടൽ കുറവായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിറ്റുങ്ങളെ വാങ്ങി അവിടെ തന്നെ പോയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ചായിട്ട് മുട്ട മര്യാദയ്ക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മരുന്ന് കൊടുക്കാനുണ്ട്. അത് മുട്ട കോഴിക്ക് മാത്രം കൊടുക്കുന്നതാണ്, വേറെ ഒന്നിനും കൊടുക്കണ്ട, മുട്ട കോഴിക്ക് മാത്രമല്ല എന്നാണ്. അങ്ങനെ ആ മരുന്ന് വാങ്ങി കൊടുത്തപ്പം
കുറച്ച് ദിവസം കഴിഞ്ഞേരം ഇപ്പം എല്ലാവരും മുട്ട ഇടുന്നുണ്ട്. പിന്നെ SKM എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ പിന്നെ തീറ്റയാണ് കേട്ടോ ഞാൻ ഇവർക്ക് കൊടുത്തത്. ഫസ്റ്റിൽ അതായിരുന്നു കൊടുത്തത്. ആ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇവർ മുട്ടയിടലായിരുന്നു. പിന്നെ ഞാൻ തീറ്റ മാറ്റിയിരുന്നു. തീറ്റ മാറ്റിയല്ല, തീറ്റേൻ്റെ കമ്പനി മാറ്റിയിരുന്നു. അങ്ങനെ മാറ്റുന്നതിൽ മുട്ടൻ്റെ പ്രശ്നം വരുമോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം വന്നിനു. പിന്നെ അതുകൊണ്ട് വീണ്ടും ഞാൻ ഈ പറഞ്ഞ ഇതിൽ തന്നെ കൊടുത്ത് SKM വാങ്ങി കൊടുത്തപ്പോൾ ഇപ്പോൾ മുട്ട ഇടുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ. പിന്നെ ഇയാൾ നാടനല്ല. ഇയാൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്ന ഒരു അതിഥിയാണ്. അതായത് വഴി തെറ്റി വന്നൊരു അതിഥി. എവിടുന്നോ ചെറുപ്പത്തിൽ വന്നതാ. അന്ന് പൂവനാണോ പെടയാണോ ഒന്നും മനസ്സിലായില്ല. ഏകദേശം ഇയാളൊരു വലുപ്പം വെച്ചിട്ടും മനസ്സിലായില്ലേനും ഇത് പൂവനാണോ പെടയാണോ എന്നുള്ളത്. അങ്ങനെ കാത്തു നിന്നേരെയാണ് പിന്നെയാണ് ഈ ഒരു രൂപത്തിലേക്ക് ഇയാൾ മാറിയത്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഇയാളെ ഞാൻ കൂട്ടിലിടാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നാടനല്ലാത്തതിനെ കൊണ്ടും ബാക്കി നമ്മളെടുത്തുള്ളത് ഫുള്ള് നാടൻ കോഴികളായതിനെ കൊണ്ടും ഞാനിപ്പോൾ ഇയാളെ പുറത്ത് വിടില്ല. പിന്നെ ഇത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ക്രോസായിട്ട് പിന്നെ നാടനും ഈ കൂടി ക്രോസായാൽ നമുക്ക് പ്യുവർ നാടൻ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇയാളെ ഞാൻ പുറത്ത് വിടലേ ഇല്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് 2 നാടൻ കോഴി പൂവന്മാരുണ്ട്. ഒന്നത്. അപ്പോൾ ഈ 2 എണ്ണത്തിനെ വെച്ചാണ് ഇപ്പം ഇവരെ മാത്രമാണ് ഇപ്പം ഈ ഒരു ഇതിന് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം മാറ്റി വെച്ചത്. ഇപ്പം മറ്റേ പൂവനെ ഞാൻ പുറത്ത് വിടുന്നില്ല, തീരെ വിടൂല. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ നാടൻ എന്ന് പറഞ്ഞിട്ടേ തനി നാടനാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നാടൻ കോഴിനെ വളർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന തനി നാടൻ കോഴി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ മതിയെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ നമ്മൾ അത് മിക്സായി പോകണ്ട. അതുകൊണ്ട് അയാളെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച്. അയാളെ ഞാൻ കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വന്നതിന് ശേഷമാണ് എനിക്ക് കുറേ കോഴികൾ വന്നു തുടങ്ങിയത്. ചിലപ്പം നമുക്കൊരു ഇതുകൊണ്ട് വന്ന ഒരു ആളായിരിക്കും. അതുകൊണ്ട് മൂപ്പരെ ഞാൻ കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. മൂപ്പരിതാ ഇവിടെ ഉണ്ടാവും എല്ലാ കാലത്തും. അങ്ങനെ നല്ല അടിപൊളി സൈസൊക്കെ ഉള്ള ആളാട്ടോ. മൂപ്പർക്ക് നല്ല വെയിറ്റൊക്കെ ഉണ്ട്. നല്ല തീറ്റ തിന്നും. നല്ലോണം ഗോതമ്പൊക്കെ അടിച്ച് പെരുമാറും. നല്ലോണം ചോറും ഗോതമ്പും എല്ലാം അടിച്ച് വരുമ്പോൾ മൂപ്പർക്ക് ആകെ വിഷമം വെച്ചാൽ പുറത്തുകൂടെ നടക്കാൻ പറ്റാത്ത വിഷമം മാത്രമേ ഉണ്ടാവും. ഇത് താടിപ്പട. ഇയാളെ പ്രത്യേകത ഇവിടെ താടി ഉണ്ടായിരുന്നു. ഒക്കെ പോയിന്ന് തോന്നും. കുത്തിപ്പറിച്ച് ഇതിങ്ങനെ ഇവിടെ താടി ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ പടി ഉള്ളതിനു കേട്ടോ. ഞാൻ ഇങ്ങനെ വാങ്ങിയതായിരുന്നു വേറൊരു സ്ഥലത്തുനിന്ന്. അപ്പോൾ മൂപ്പത്തിക്ക് താടിയായിരുന്നുള്ളത്. താടി നല്ല രസമായിരുന്നു അത് കാണാൻ. അതൊക്കെ പോയി ഇപ്പോൾ. ബാക്കിയുള്ള ഏറ്റങ്ങൾ കൊത്തിപ്പറിച്ചുണ്ടായൊക്കെ പൂവന്മാരോട് കൊത്തൊക്കെ കിട്ടി അത് പോയി. പിന്നെ ഉള്ളതൊരു തൊപ്പിപ്പടുണ്ട്. പിന്നെ ആ ഇതില്ലേ എന്താ പറയുക, മുള്ളൻ കോഴി കൊണ്ടുപോകുന്ന സമയത്ത് അത്യാവശ്യം തൂവലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഒക്കെ കഴുത്ത് നേക്കിടനൊക്കെ ആയിട്ടുള്ള കോഴീൻ്റെ മാതിരിയായിപ്പോയി. അങ്ങോട്ടും കൊത്തിയതായിട്ടാട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ തൊപ്പിപ്പടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞതിൽ ഞാൻ വിരിയിച്ചപ്പോൾ കിട്ടിയ പിന്നെ എന്താ പറയുക, നമ്മളെ ഇത് മുള്ളൻ കോഴി. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. മറ്റേ ആ കോഴീനെക്കാട്ടിലും സത്യം പറയുകയാണെങ്കിൽ ഇഷ്ടം എനിക്ക് ഇനിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, നല്ല ഇതിൽ നിൽക്കുന്നുമുണ്ട്. ആ ഒരു തൂവലൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇയാൾ തൊപ്പിയൊക്കെ ഉള്ള പൂവൻകുട്ടിയാണ്. ഇത് ഇപ്പോൾ എന്ത് രൂപത്തിലാണ് കളറൊക്കെ ആയി വരിക എന്നൊക്കെ ആർക്കറിയാം. ഈ കളറാണ് ഇത് തന്നെയാണോ ഇനി വലുതാകുമ്പോൾ തൂവൽ ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ആർക്കറിയാം. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ പിന്നെ 2 കറുത്ത പടക്കുട്ടികളുണ്ട്. പിന്നെ വെള്ളക്കാരി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ പോകുന്നത്. അത്യാവശ്യം നല്ലോണം പുള്ളിയും കാര്യമൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇത് ഭയങ്കര സ്നേഹത്തിൻ്റെ ആളാട്ടോ. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ മേൽ കയറി കുത്തിരിക്കും.
പിന്നെ ഇതൊക്കെ ഒരേ പ്രായക്കാരാണ്. പക്ഷേ ഇവരൊന്നും അത്ര വലുപ്പം മറ്റവരത്ര ആയില്ല കേട്ടോ. ഒന്ന് വലുപ്പക്കുറവുള്ള ഒന്ന് ഇതും, പിന്നെ ഒന്ന് അടി കാണുന്ന അതും, പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നു. വേറെ ഇതാ പോന്ന പിന്നെ അതുമാണ് 3 എണ്ണത്തിന് വലുപ്പം. ഇവരെ അപേക്ഷിച്ച് വലിപ്പക്കുറവാണ്. ഇവരൊക്കെ ഒരു പ്രായക്കാരാണ്, പക്ഷേ വലിപ്പത്തിൽ കുറവാണ്. പിന്നെ ഈ ചകിരി കൊണ്ടുവച്ചെന്തിനാണെന്നറിയോ? ഇതിൻ്റെ അകത്ത് അട വെച്ചപ്പോൾ ഞാൻ ചകിരിത്തുമ്പ് നല്ലോണം ഇതിങ്ങനെ ഇതാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തേനു. ചകിരിത്തുമ്പിൻ്റെ അകത്ത് അടയിരുത്താൻ വേണ്ടിയിട്ട് നേരെ പിന്നെ 2-3 ചകിരിയും അതിൻ്റെ സൈഡിൽ കൂടെ വെച്ച് കൊടുത്തു. മുട്ടേനെ ഉരുണ്ട് ഇങ്ങോട്ട് പോരണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ അതിൽ നല്ലോണം വെച്ച് കൊടുത്തേക്ക്. പിന്നെ അടച്ച് വെച്ചതാണ് താൽക്കാലികമായിട്ട്. ഓരോന്ന് സെറ്റാകുമോ നോക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈകുന്നേരം ആട്ടോ എടുക്കുന്നത്. ഈ പടേനെ കണ്ടോ? ഇവിടെ ഉള്ളതിലും വെച്ച് ഏറ്റവും ചെറിയ പടയാട്ടോ ഇത്. ശരിക്കും നല്ല ഒറിജിനൽ നാടനാണ്. ബാക്കിയുള്ളതൊക്കെ ഒറിജിനൽ നാടൻ തന്നെയാണ് കേട്ടോ. പക്ഷെ പല രൂപത്തിലും കോലത്തിലും ആണെന്നേ ഉള്ളൂ. ഇത് ഭയങ്കര ചെറുതാട്ടോ. ഇത് ഭയങ്കര ചെറുതെന്ന് വെച്ചാൽ ഭയങ്കര ചെറുത്. ഇത് കുറുകാലി, പതിഞ്ഞ സാധനം. അതും ഒരു കുറുകാലിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കോഴികളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. എന്നാലും ഇനിയും എനിക്ക് പുള്ളിക്കോഴി പോലത്തെ കോഴികളെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. ആരെടുത്തുണ്ടെങ്കിൽ പറയണേ. പുള്ളിക്കോഴി കറുപ്പും വെള്ളയും അതുപോലെ തന്നെ ചുമപ്പും വെള്ളയും പുള്ളിയൊക്കെ ഉള്ള കോഴീനെ കിട്ടാൻ ഭയങ്കര ആഗ്രഹമാണ്. ആരെടുത്തുണ്ടെങ്കിലും എന്തായാലും ഒന്ന് പറയണം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കോഴികളെ. എന്തെങ്കിലും വെറൈറ്റി കോഴികളോ കാര്യങ്ങളോ, അതായത് നാടൻ കോഴിയിൽ തന്നെ എന്തെങ്കിലും പല രീതിയിലുള്ള കോഴികളുണ്ടാവില്ലേ, അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പറഞ്ഞാൽ ഞാൻ എന്തായാലും വാങ്ങും. എനിക്ക് വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മുന്നോട്ട് നമുക്ക് വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നതോ, അല്ലെങ്കിൽ വീഡിയോ നല്ലതാണെന്ന് അങ്ങനെ പറയാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന്